അപ്പൊ അന്ന് വന്ന് കതകിൽ തട്ടി ഒരു ദിവസം ഞാൻ റൂം നമ്പർ എന്നിട്ട് വിളിച്ചു ചോദിക്കും, ചേച്ചി ഏത് റൂമാണെന്ന്. അപ്പം താഴെ റിസപ്ഷനിൽ പറയും എന്റെ റൂം പറയല്ലേ, അവൻ രാത്രി എന്നെ സാബുമോൻ രാത്രി മഞ്ജു പിള്ളയുടെ റൂമിൽ ചെന്ന് മുട്ടി എന്നൊരു രീതിക്കൊരു ന്യൂസ് ഇപ്പൊ ഈയിടെയായിട്ട് നമ്മുടെ ഹേമ കമ്മീഷന്റെ സംഭവമൊക്കെ ഇങ്ങനെ ഭയങ്കര കത്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ അടുത്ത് ഇങ്ങനെ ഒരു ന്യൂസ് കിടന്ന് കറങ്ങുന്നുണ്ടായി. അപ്പൊ ഈ ഒരു ഹേമ കമ്മിറ്റിയുടെ ആ ഒരു സംഭവമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പലരും ഈ ഒരു സംഭവത്തിനെ വായിച്ചത്. പക്ഷെ എന്നാൽ ഇപ്പോഴാണ് നമ്മുടെ മഞ്ജു പിള്ള വന്നിട്ട് പറയുന്നത് എന്താണ് ആ ഒരു വിഷയത്തിന്റെ സത്യാവസ്ഥ, എന്താണ് അവിടെ ഉണ്ടായത്, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ന്യൂസ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മഞ്ജു പിള്ള തന്നെ വന്നിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് കേട്ട് നോക്കിയിട്ട് നമുക്ക് ബാക്കി പറയാം. അയ്യോ, അത് നമ്മുടെ ഷോയിൽ ഇരുചിരി വമ്പർച്ചിയുടെ ഷോയിലിരുന്ന തമാശയായിട്ട് സാബും കൂടെ ഉള്ളപ്പോൾ പറഞ്ഞൊരു കഥയത്. അത് ഞങ്ങളെല്ലാം ഒരു എന്താ പറയുക, ഒരു ഫാമിലിയാണ്. ഞങ്ങള് എനിക്ക് ലൈഫിൽ ഏറ്റവും സേഫായിട്ട് ഒരാളുടെ കൂടെ നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാനോ ഭയങ്കര സേഫായിട്ട് തോന്നിയിട്ടുള്ള ഒരാളാണ് സാബു. എന്തിനാണ് മനുഷ്യന്മാർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്കൊരു രസം, അവര് രസിക്കട്ടെ, അല്ലാതെ എന്ത് ചെയ്യാനാ. ഓക്കെ, അപ്പൊ കേട്ടല്ല മഞ്ജു പിള്ള തന്നെ പറഞ്ഞ അതൊന്ന് പറഞ്ഞ അത് ഇവരൊരു തമാശയായിട്ട് അവരവിടെ തന്നെ പറഞ്ഞുണ്ടാക്കിയ ഒരു തമാശയാണ്. അതായത് ഇപ്പൊ രാത്രി ആകുമ്പോഴത്തേക്ക് ഈ സാബുമോന് വിശന്നിട്ട് ഈ മഞ്ജു പിള്ളയുടെ അടുത്ത് വന്ന് മുട്ടും, അതായത് എനിക്ക് വല്ല ഹോട്ടലിൽ പോകാൻ അങ്ങനത്തെ രീതിക്കൊക്കെ ഇവിടെ വന്ന് മുട്ടുന്നു, അങ്ങനെ ഒരു കോമഡി ആയിട്ട് അവർ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ അത് എത്രത്തോളം രീതിക്കാണ് അത് വളച്ചൊടിച്ച് കൊണ്ടുപോയത് എന്നുള്ളതിൻ്റെ ഒരു കാര്യം നമ്മൾ പലരും കോമഡി ആയിട്ട് നമ്മൾ പോലും വിചാരിക്കുകയാണ്. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു വരും പബ്ലിക്കായിട്ട്. പക്ഷേ പബ്ലിക് അത് എങ്ങനെയൊക്കെ അതിനെ ഒടിച്ചു വളച്ചു കൊണ്ടുപോവാം, എന്നിട്ട് അത് എവിടെ കൊണ്ടേ എത്തിക്കാം. ഇപ്പൊ ഈ ഒരു വിഷയമൊക്കെ ഇവിടെ നടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ അവസരങ്ങൾക്ക് വേണ്ടി ഇപ്പൊ പല ഡയറക്ടർമാരും അതേപോലെ പ്രൊഡ്യൂസർമാരൊക്കെ മുറിയിൽ വന്ന് മുട്ടുന്നു എന്നൊക്കെ ഉള്ളതിനെയൊക്കെ കൂട്ടി അങ്ങോട്ട് വായിച്ചപ്പോഴത്തേക്കും കഥ വേറെ രീതിയിലായി. അപ്പൊ ആ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു കഥ വന്നത് എന്നുള്ള ഒരു കാര്യം മഞ്ജുപിള്ള പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കേട്ടുനോക്കാം. ഇത് ഇന്നലെ എനിക്ക് സാബുവും സ്നേഹം സാബുവിന്റെ ഇപ്പം കൂടെ എനിക്ക് അയച്ചു തന്നത്. ഞങ്ങൾ ഭയങ്കര ചിരിയായിരുന്നു. നിങ്ങൾ എന്നെ ഹേമ കമ്മീഷനിൽ കയറ്റുന്നില്ലെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ചിരിയായിരുന്നു. സംഭവം ഞാന് കാർത്തി സാബു ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് ലെയ്മരടിയിൽ. ആ സമയത്ത് ഇവൻ ഈ പാതിരാത്രിയാണ് വിശപ്പ് വരുന്നത്. ഈ രാത്രിയിൽ വിശന്ന് കഴിയുമ്പോഴത്തേക്കും എന്നെ കാർത്തിയൊക്കെ വിളിച്ചെണീപ്പിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോകും. ചില്ലാക്സിലും അവിടെയുള്ള പല 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 തട്ടുകടകളിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുന്നൊരു സ്വഭാവമുണ്ട്. എനിക്കാണെങ്കിൽ രാത്രി ഉറങ്ങണം, ഇവന് രാത്രി വിശപ്പ് വരും. അപ്പൊ അന്ന് വന്ന് കതകിൽ തട്ടി ഒരു ദിവസം ഞാൻ റൂം നമ്പർ എന്നിട്ട് വിളിച്ചു ചോദിക്കും, ചേച്ചി ഏത് റൂമാണെന്ന്. അപ്പം താഴെ റിസപ്ഷനിൽ പറയും എന്റെ റൂം പറയല്ലേ, അവൻ രാത്രി എന്നെ വിളിച്ചോണ്ട് ഭക്ഷണം വാങ്ങിക്കാനെന്ന് പറഞ്ഞ് എന്നിട്ട് 3 മണിയൊക്കെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവന് നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്ന ഒരുത്തനാ. അപ്പൊ ഞാൻ ഒരു ദിവസം റൂം നമ്പർ മാറി കൊടുത്ത് ഒരു മാതാമ്മയുടെ റൂമിൽ പോയി തട്ടി അവർ ചീത്ത വിളിച്ചു എന്നുള്ളത് സംഭവം തമാശ ായിട്ട് ഏതോ ഒരു ഇന്റർവ്യൂല് പറയുകയും അത് ഞങ്ങൾ അവിടെ ഷോയിൽ അവതരിപ്പിക്കുകയും ചെയ്തതിന്റെ പേരിൽ വന്നൊരു ഇതാണ്. സാബു എന്റെ വളരെ അടുത്ത സുഹൃത്തും എന്റെ സഹോദരനുമാണ്. എന്റെ ഒരു അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല. ആക്ച്വലി ഇത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാ വരുന്നത്. ഓക്കെ, അപ്പൊ അവര് പറഞ്ഞത് ആ ഒരു സ്റ്റോറി എങ്ങനെയാണ് ഉണ്ടായത്. അതായത് ഇപ്പൊ ഒരു നമ്പർ മാറ്റി കൊടുത്ത് ഏതോ മദാമ്മയുടെ അവിടെ ചെന്ന് മുട്ടി അവസാനം മദാമ്മ ചീത്ത പറഞ്ഞു. അപ്പൊ ഈ ഒരു സംഭവം ഒരു കോമഡി ആയിട്ട് പറഞ്ഞത് പിന്നെ അത് പല രീതിക്കുമായി. ആ ഒരു സംഭവം ഇപ്പൊ പല പല ആൾക്കാരിനകത്തും ഇപ്പൊ ന്യൂസിനകത്താണെങ്കിലും ഇപ്പൊ നമ്മൾ ഓൺലൈൻ മീഡിയനകത്തൊക്കെ വന്നത് പല രീതിക്കും വളച്ചൊടിച്ച് പോയ ഒരു സംഭവമാണ് അതെന്നുള്ള രീതിക്കാണ് അവർ പറയുന്നത്. അപ്പൊ ഈ ഹേമ കമ്മിറ്റിയുടെ ഇപ്പൊ നടക്കുന്ന വിഷയങ്ങളൊക്കെ അറിയാലോ. അത് എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെ നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് പറയാൻ പറ്റില്ല എല്ലാം ഇതേപോലെ കോമഡിയാണ് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ നടക്കുന്നുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും. അതായത് ഇപ്പൊ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ പല പ്രൊഡ്യൂസർമാരെയൊക്കെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യാറുണ്ട്. പക്ഷെ ഈ സംഭവം അതല്ല, അത് വേറെ ഇത് വേറെ എന്നുള്ള ആ ഒരു ഡിഫറൻസ് ആണ് എനിക്ക് ഈ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്കും. ഇപ്പൊ പല രീതിക്കുള്ള വിഷയങ്ങൾ ഇങ്ങനെ കുത്തിപ്പൊങ്ങി വരുമല്ല, അപ്പൊ അതിന് കൂടെ വന്നൊരു ഇതാണ്. അത് ഒരു അനാവശ്യ വിഷയമായിട്ട് എനിക്ക് തോന്നി. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നിയോണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ, സീ യു.